കുസൃതി ചോദ്യം ഞാൻ കുസൃതി ചോദ്യത്തില് മോശമാണ്. കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് പഠിക്കാം. എപ്പോഴും വരുന്നു പക്ഷെ ഒരിക്കലും എത്തുന്നില്ല. വേവാണോ? അല്ല. എപ്പോഴും വരുന്നു ഒരിക്കലും എത്തുന്നില്ല. സ്വിഗ്ഗി. സ്വിഗ്ഗി കിട്ടാറില്ലേ? മുല്ലപ്പൂ. അല്ല, മുല്ലപ്പൂ പല്ല് പോലെ അല്ല. അല്ല അല്ല, അറിയാം, കേട്ടിട്ടുണ്ട്. ഇല്ല, കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ. തേങ്ങ. തേങ്ങയോ? പൊട്ടുന്നത് നോക്കിയല്ലേ തേങ്ങ വാങ്ങ അല്ലേ? പടക്കം 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 പടക്കം. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ. Oh my God. ഇതിപ്പോ ഞാൻ പറ്റുന്ന എടുത്ത പോരട്ടെ. നമുക്ക് ഒരു കുസൃതി ചോദ്യം സെക്ഷനിലേക്ക് കടന്നാലും. Of course. ഇതിനു മുമ്പ് നേരിട്ടിട്ടുണ്ടോ കുസൃതി ചോദ്യങ്ങൾ? കുസൃതി ചോദ്യം ഞാൻ കുസൃതി ചോദ്യത്തില് മോശമാണ്. കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് പഠിക്കാം. ഓക്കെ, ചോദിക്കട്ടെ. എപ്പോഴും വരുന്നു പക്ഷേ ഒരിക്കലും എത്തുന്നില്ല, എന്താണത്? എപ്പോഴും വരുന്നു പക്ഷെ ഒരിക്കലും എത്തുന്നില്ല. വേവാണോ? അല്ല, അത് എത്തൂലോ, നമ്മളിവിടെ നിൽക്കുന്ന അവിടേക്ക് എത്തില്ലേ വേവ് ആണെങ്കിൽ. എപ്പോഴും വരുന്നു ഒരിക്കലും എത്തുന്നില്ല. സ്വിഗ്ഗി. സ്വിഗ്ഗി കിട്ടാറില്ലേ? വരാൻ വൈകാറില്ല, എനിക്കറിയില്ല. പറഞ്ഞു. തോറ്റു. നാളെ. ഓ, എപ്പോഴും നാളെ ഉണ്ടല്ലോ. ഇത് ഞാൻ വേറെ ചോദിക്കും ഇനി പോയിട്ട്. ഇവിടുന്ന് പിടിച്ച് വേറെ. അടുത്ത ചോദിക്കട്ടെ. പല്ലുണ്ട് പക്ഷെ കടിക്കില്ല, എന്താണ്? മുല്ലപ്പൂ. അല്ല, മുല്ലപ്പൂ പല്ല് പോലെ അല്ല. അല്ല, പല്ല് ശരിക്കും പല്ല് പോലെ. പല്ലുണ്ട് പക്ഷെ കടിക്കില്ല. ചീപ്പ് അല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ പല്ലുള്ള ബ്രഷ് അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കും. ബ്രഷ് ആയിരിക്കില്ല. അടിച്ചതാ ഞാൻ. എല്ലാവർക്കും ഉള്ളത് എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ പേര് അല്ലേ? അറിയാം, കേട്ടിട്ടുണ്ട്. ഇല്ല കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ. അടുത്ത ചോദിക്കട്ടെ. ഒരു സാധനം നമ്മൾ പൊട്ടുന്നത് നോക്കിയേ വാങ്ങും, എന്താണ്? തേങ്ങ. തേങ്ങയോ? പൊട്ടുന്നത് നോക്കിയല്ലേ തേങ്ങ വാങ്ങ അല്ലേ? പടക്കം 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 പടക്കം. ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ ഇത്ര. ആണോ? ഞാൻ ടങ് ട്വിസ്റ്റേഴ്സില് കുറച്ച് നല്ലതാ. പക്ഷെ പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്നത് വോട്ടിംഗ്. ഞാൻ പറഞ്ഞില്ലേ. Oh my God. ഇതിപ്പോ ഞാൻ പറ്റുന്ന എടുത്ത പോരട്ടെ. സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. സ്ഥാനം മന്ത്രി അല്ല, ആണോ? സ്ഥാനം മാറുമ്പോൾ ഒരു ക്ലൂ തരും. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അഡ്രസ് അല്ല. അല്ല, അത് സ്ഥാനം വീട്ടുപേര് അല്ല. ആധാർ കാർഡ്. സ്ഥാനം മാറുമ്പോ വിസിറ്റിംഗ് കാർഡ്. ഒരു എന്താ പറയാ, അത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഞാൻ പറയാം. സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. അറിഞ്ഞൂടാ. ഒരു ക്ലൂ തന്നെ. ഹ്യൂമൻ ബോഡിയിൽ ഹൃദയം. ഹൃദയം സ്ഥാനം മാറുന്ന എന്താ പേര്? വേറെ ഒരെണ്ണാണ്. രണ്ടെണ്ണോ പറയട്ടെ. മുടി, രോമം, താടി. ഓ, ശരിയാ ശരി ശരി. അത് കൊള്ളാം. നമ്മളെ തോപ്പിച്ചു. ആദ്യമായിട്ടാണ് ഒരാൾ ഇത്ര പെട്ടെന്ന് തോപ്പിക്കുന്നത് തന്നെ. അതെ, ഈ രണ്ടെണ്ണം ഞാൻ ഇനി പോയിട്ട് ബാക്കിയുള്ളവരോട് ചോദിക്കും. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ റിലീസിന് വരികയാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് അവസാനമായിട്ട് പറയാനുള്ളത്? എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ഇപ്പൊ ഈ OTT ഒക്കെ വന്നതിന് ശേഷം തിയേറ്റർ വിസിറ്റ്സ് നമ്മളിപ്പോ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ നോക്കി അത്രയും ഒരു വലിയ സ്ക്രീൻ, ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന പടങ്ങൾ അങ്ങനെയാ നോക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ഫാമിലി ആയിട്ട് നമുക്ക് തിയേറ്ററിൽ ഇപ്പം ഈ ഒരു സമയത്ത് പോയി കാണാൻ പറ്റിയൊരു മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തിയേറ്ററിൽ പോയി കാണണം. പിന്നെ എന്താ, കണ്ടിട്ട് അഭിപ്രായം നല്ലതായാലും ചീത്തയായാലും എന്താ മെസ്സേജ് അയക്കുകയോ ചെയ്യണം.
ഓക്കെ, അപ്പൊ എന്തായാലും സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് Thank ആശംസിക്കുന്നു. you. മാനസയ്ക്കും ഇനി ഒരുപാട് ഒരുപാട് നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. എത്ര നേരം നമ്മുടെ കൂടെ ഇരുന്നതിന് ഒരുപാട് താങ്ക് യു.